CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഹോട്ട് ന്യൂസിലേക്ക് സ്വാഗതം. വയനാട്ടിലെ മുണ്ടക്കൈയിൽ പുലർച്ചെയുണ്ടായ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ മരണം 89ആയി. മരിച്ചവരിൽ 35 പേർ കുട്ടികളാണ്. പരിക്കേറ്റ 100-ലധികം പേർ ആശുപത്രിയിൽ ചികിത്സയിലാണ്. മരണസംഖ്യ ഉയർന്നേക്കാം. ശക്തമായ മഴയിൽ എരുമപ്പെട്ടി, വേലൂർ പഞ്ചായത്തുകളിൽ വെള്ളപ്പൊക്കം. വെള്ളക്കെട്ടിലകപ്പെട്ട നിരവധി കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. കനത്ത മഴയുടെ പശ്ചാത്തലത്തിൽ ബുധനാഴ്ച തൃശൂർ ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു. പാഴിയോട്ടുമുറി തണ്ടിലം റോഡിലെ ഗതാഗതം പൂർണ്ണമായും നിലച്ചു. പുഴ ഗതിമാറിയൊഴുകിയതോടെ റോഡിലേക്ക് വെള്ളം കയറുകയായിരുന്നു. കനത്ത പേമാരിയിൽ കണ്ടാണശ്ശേരി പഞ്ചായത്തിൽ വ്യാപക നാശനഷ്ടം. പലയിടത്തും വെള്ളം കയറിയും മണ്ണിടിഞ്ഞുമാണ് നാശനഷ്ടങ്ങളുണ്ടായിട്ടുള്ളത്. പട്ടാമ്പി പാലത്തിലൂടെ കരകവിഞ്ഞൊഴുകി ഭാരതപ്പുഴ. പാലത്തിലൂടെയുള്ള വാഹനഗതാഗതം നിരോധിച്ചു. ആശങ്കയിൽ പരിസരവാസികൾ. കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ മുൻകരുതൽ സ്വീകരിക്കാൻ പട്ടാമ്പി തഹസിൽദാർക്ക് തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി MP രാജേഷ് നിർദ്ദേശം നൽകി. ചാവക്കാട് മേഖലയിൽ വെള്ളക്കെട്ട് രൂക്ഷം. റോഡുകളും താഴ്ന്ന പ്രദേശങ്ങളും വെള്ളത്തിൽ മുങ്ങി. ചാവക്കാട് ബീച്ചിൽ ഇന്നു മുതൽ ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ സന്ദർശകർക്ക് പ്രവേശനം നിർത്തിവെച്ചു. ചൂണ്ടൽ പഞ്ചായത്തിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു. കേച്ചേരി ഗവൺമെന്റ് LP സ്കൂൾ, ചൂണ്ടൽ ഗവൺമെന്റ് UP സ്കൂൾ എന്നിവിടങ്ങളിലാണ് ക്യാമ്പുകൾ തുറന്നിട്ടുള്ളത്. മന്നലാങ്കുന്ന് NH സർവീസ് റോഡ് പെരുംതോടായി. പ്രദേശത്തെ 40ഓളം കുടുംബങ്ങൾ പുറത്തിറങ്ങാൻ കഴിയാതെ ബുദ്ധിമുട്ടിൽ. വടക്കേക്കാട് തിരുവളയഞ്ഞൂർ ശിവക്ഷേത്രത്തിലെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള വലിയ ആൽമരം കടപുഴകി വീണു. വീടിനു മുകളിലേക്ക് മതിലിടിഞ്ഞു വീണ് വന്നപകടം ഒഴിവായത് തലനാരിഴയ്ക്ക്. പന്നിത്തടം അക്കിക്കാവ് ബൈപ്പാസ് റോഡിൽ ബദർപള്ളിക്കു സമീപം പതിയിറക്കൽ ജമീലയുടെ വീടിനു മുകളിലേക്കാണ് മതിലിടിഞ്ഞു വീണത്. കുന്നംകുളം താലൂക്ക് ആസ്ഥാന മന്ദിരത്തിന് മുഖ്യമന്ത്രി ആഗസ്റ്റ് 4-ന് തറക്കല്ലിടും. തറക്കല്ലിടൽ ചടങ്ങിന്റെ നടത്തിപ്പിനായി 1001 അംഗ സംഘാടക സമിതി രൂപീകരിച്ചു. കുന്നംകുളം കുറുക്കൻപാറയിൽ കരിങ്കൽ നിർമ്മാണശാലയിലേക്ക് കാറിടിച്ചു കയറി അപകടം. അപകടത്തിൽ ആർക്കും പരിക്കില്ല. പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിക്കു നേരെ ലൈംഗികാതിക്രമം നടത്തിയ സംഭവത്തിൽ പൊന്നേർകുളം സ്വദേശിക്ക് 4 ജീവപര്യന്തവും 4 ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ചു. പൊന്നേർകുളം പരൂർ സ്വദേശി ഏഴിക്കോട്ടയിൽ വീട്ടിൽ 52 വയസ്സുള്ള ജമാലുദ്ദീനെയാണ് കുന്നംകുളം അതിവേഗ പ്രത്യേക പോക്സോ കോടതി ജഡ്ജി എസ് കുറ്റക്കാരനെന്നു കണ്ടെത്തി ശിക്ഷിച്ചത്. പൊതുഗതാഗത സംവിധാനം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി കുന്നംകുളം മണ്ഡലത്തിൽ ജനകീയ സദസ്സ് സംഘടിപ്പിച്ചു. കക്കാട് വാദ്യകലാക്ഷേത്രത്തിന്റെ ഈ വർഷത്തെ കക്കാട് പുരസ്കാരം പ്രശസ്ത തിമില ആചാര്യൻ പറക്കാട് തങ്കപ്പന്മാരാർക്ക് സമർപ്പിച്ചു. മേളാചാര്യ പുരസ്കാരം പ്രശസ്ത മേളപ്രമാണി വെള്ളിത്തിരുത്തി ഉണ്ണിനായർക്കും സമർപ്പിച്ചു. മാലിന്യമുക്തം നവകേരളം കർമ്മ പദ്ധതിയുടെ ഭാഗമായി ഗുരുവായൂരിനെ മാലിന്യമുക്ത നഗരമാക്കി മാറ്റുന്നതിനായി സ്കൂൾ കോളേജ് NSS വോളണ്ടിയർമാർക്ക് ഏകദിന ശില്പശാല നടത്തി. അടുപ്പുട്ടിപ്പള്ളിയുടെ കീഴിലുള്ള ടൗൺ കുരിശുപള്ളിയിൽ ശമവൂൻ ദസ്തുനിയുടെ ഓർമ്മ പെരുന്നാളും പള്ളിയുടെ സ്ഥാപക പെരുന്നാളും സംയുക്തമായി ആഘോഷിച്ചു. പെങ്ങാമുക്ക് തിരുവനന്തപുരം സൂപ്പർഫാസ്റ്റ് ബസ് സർവീസ് പുനരാരംഭിച്ചു. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ കുന്നംകുളം മേഖലയുടെ ആഭിമുഖ്യത്തിൽ ഫാമിലി മീറ്റ് സംഘടിപ്പിച്ചു. കുന്നംകുളം പിസാറ്റ് കോളേജിൽ പുതിയ ബാച്ചുകളുടെ പ്രവേശനോത്സവം സംഘടിപ്പിച്ചു. CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ CCTV ഹോട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, യൂട്യൂബ് ചാനൽ, ഫേസ്ബുക്ക് പേജ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv.online.tv സന്ദർശിക്കുക. നമസ്കാരം.